ലൂക്കോസിന്റെ സുവിശേഷത്തിന്റെ 15-ാമത്തെ അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ ഈ ഇളയ മകൻ അപ്പനോട് ഇങ്ങനെയാണ് പറയുന്നത്. അപ്പ, വസ്തുവിൽ എനിക്ക് വരേണ്ടുന്ന പങ്ക് തരയണമേ എന്ന് പറഞ്ഞു. അവൻ അവർക്ക് മുതൽ പകുത്തു കൊടുത്തു. എനിക്ക് വരേണ്ടുന്ന സ്വത്തിന്റെ പങ്ക് തരണം, അല്ലെങ്കിൽ ഒരു ഭാഗം തരണം. എൻ്റെ ഇൻഹെറിറ്റഡ് പ്രോപ്പർട്ടി, അത് എൻ്റെ പ്രോപ്പർട്ടി. ഇത് ലോകത്തിൽ നടക്കുന്ന ഒരു കാര്യമാണ്. ഈ വ്യക്തി, ഈ മകൻ പിതാവിന്റെ വീട്ടിലെ അനുഗ്രഹം ആഗ്രഹിച്ചു, പക്ഷെ പിതാവിന്റെ സാന്നിധ്യം ആഗ്രഹിച്ചില്ല. ഇന്നും മനുഷ്യന്റെ ഹൃദയം അങ്ങനെ തന്നെയാണ്. ദൈവത്തിന്റെ അനുഗ്രഹം വേണം, ദൈവത്തിൽ നിന്ന് ആരോഗ്യം വേണം, ദൈവത്തിൽ നിന്ന് സമാധാനം വേണം, നമ്മുടെ കുടുംബത്തെ ദൈവം നോക്കണം, നല്ല ഒരു തൊഴിൽ അല്ലെങ്കിൽ നല്ലൊരു ജോലി നമുക്ക് വേണം. പക്ഷേ ദൈവത്തിന്റെ അധികാരത്തിനും വചനത്തിനും നമ്മൾ കീഴടങ്ങാൻ മനസ്സില്ല. നമുക്ക് അത് ഒന്ന് സബ്മിറ്റ് ചെയ്യുവാൻ സാധിക്കുന്നില്ല, അത് ഇൻട്രസ്റ്റ് ഇല്ല. ഏറെ നാൾ കഴിയും മുമ്പേ ഇളയ മകൻ സകലവും സ്വരൂപിച്ച് ദൂരദേശത്തേക്ക് യാത്രയായി. അവിടെ ദുർനടപ്പുകാരനായി ജീവിച്ചു, വസ്തു നാനാവിധമാക്കി കളഞ്ഞു. ആദ്യത്തെ ഭാഗം ഈ ദൂരദേശത്തേക്ക് പോകുന്ന ഒരു വ്യക്തിയാണിത്. ഈ വ്യക്തി പിതാവിന്റെ സ്നേഹവും വീട്ടിലെ സുരക്ഷയും അല്ലെങ്കിൽ ആ സെക്യൂരിറ്റി, ആ പ്രൊട്ടക്ഷൻ മറന്ന് ദൂരദേശത്തേക്ക് പോവുകയാണ്. അപ്പന്റെ കൂടെ താമസിക്കാതെ അപ്പൻ കാണാത്ത ഒരു സ്ഥലത്തോട്ട് പോകുവാൻ തീരുമാനിക്കുകയാണ്. സ്വാതന്ത്ര്യം തേടി സത്യത്തിൽ നിന്ന് മാറി ജീവിക്കുന്ന ഒരു ജീവിതം. മദ്യത്തിലും ലഹരിയിലും മയക്കുമരുന്നിലും ജീവിക്കുന്നവരുണ്ട്. പിതാവിന്റെ ഭവനത്തിൽ താമസിക്കുന്നതിന് പകരം വൃത്തികെട്ട കൂട്ടുകാരുടെ കൂടെ താമസിക്കുവാൻ ഇഷ്ടപ്പെടുന്നവരുണ്ട്. വീട്ടിൽ താമസിച്ചാൽ ഒരു പ്രശ്നമുണ്ട്. വീട്ടിൽ താമസിച്ചാൽ ഒരു അച്ചടക്കം വേണം. അത് അച്ചടക്കം എനിക്ക് വേണ്ട, ഒരു ഡിസിപ്ലിൻ എനിക്ക് വേണ്ട. ഇവിടെ ഈ ദൂരദേശത്തേക്ക് പോവുകയാണെങ്കിൽ എനിക്ക് എന്തും ചെയ്യാം. ഒരു സ്വാതന്ത്ര്യമുണ്ട്. ഇതാണ് പ്രശ്നം. സ്വാതന്ത്ര്യം, ഒരു ഇൻഡിപെൻഡൻസ്, ഒരു ഫ്രീഡം നമുക്ക് വേണം. ഓരോ സ്റ്റെപ്പ് എടുക്കുമ്പോഴും ഓരോ ദിവസം കഴിയുമ്പോഴും ഈ വ്യക്തി അപ്പന്റെ സാന്നിധ്യത്തിൽ നിന്ന് ദൂരെ യാത്ര ചെയ്യുകയാണ്. നമ്മളും ഇങ്ങനെയാണ്. ആദ്യത്തെ സ്റ്റെപ്പ് എടുക്കുമ്പോൾ നമ്മൾക്ക് ആ ദൂരം മനസ്സിലാക്കി കാണത്തില്ല. അടുത്ത സ്റ്റെപ്പ് എടുക്കുമ്പോഴും ചിലപ്പോൾ തോന്നി കാണത്തില്ല. പക്ഷെ ഓരോ സ്റ്റെപ്പുകൾ എടുക്കുമ്പോഴും ഓരോ ദിവസം കഴിയും തോറും ദൂരെയായി നമ്മൾ പോവുകയാണ്. ആദ്യം അത് നമുക്ക് സന്തോഷം നൽകുകയാണ്. ആ സന്തോഷം താൽക്കാലികമാണ്, ടെമ്പററി ജോയും അല്ലെങ്കിൽ ഹാപ്പിനെസ് ആണ്. സമയം കടന്നു പോകും തോറും അത് നമ്മുടെ മനസ്സമാധാനവും യാഥാർത്ഥ സന്തോഷവും ഇല്ലാതാക്കും. ആ ഹൃദയത്തോട് തിരിഞ്ഞു വരുമ്പോൾ ദൈവം സ്നേഹത്തോടെ സ്വീകരിക്കുകയാണ്. പാപം പലപ്പോഴും ദൂരെയുള്ള ദേശമല്ല മക്കളെ. പാപം പലപ്പോഴും ദൈവമില്ലാതെ ജീവിക്കുന്ന മനോഭാവമാണ്. ദൈവസന്നിധിയിൽ സമാധാനം ഉണ്ടായിട്ടും എത്ര വ്യക്തികളാ ലോകത്തിന്റെ ആകർഷണങ്ങളിലേക്ക്, അട്രാക്ഷനിലേക്ക് പോകുന്നു. ദൈവാലയത്തോട് താല്പര്യം മങ്ങുകയാണ്. ദൂരെ പോകുമ്പോൾ ഉപദേശങ്ങൾ ഭാരമായി തോന്നുകയാണ്. ആ ദൂരെ പോകുമ്പോൾ തെറ്റായ കൂട്ടുകെട്ടുകൾ ഓട്ടോമാറ്റിക്കലി നല്ലതാണെന്ന് തോന്നുകയും ചെയ്യും. 13-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, അടുത്ത ഭാഗം, ഏറെ നാൾ കഴിയും മുമ്പേ ഇളയ മകൻ സകലവും സ്വരൂപിച്ച് ദൂരദേശത്തേക്ക് യാത്രയായി. അവിടെ ദുർനടപ്പുകാരനായി. ഈ ദുർനടപ്പുകാരനായ ഒരു വ്യക്തി, ഞാൻ എൻ്റെ ജീവിതം തന്നെ കണക്ട് ചെയ്യുകയാണെങ്കിൽ, ഞാൻ ഇന്ന് പ്രസംഗിക്കുന്ന ഈ പ്രസംഗം ഒരു കാലത്ത് ഞാൻ ആക്ച്വലി ജീവിച്ച ജീവിതമായിരുന്നു. ഈ വ്യക്തിയും പിതാവിന്റെ ഭവനം വിട്ട് ഇറങ്ങിപ്പോയ വ്യക്തിയാണ്. ഒരു സ്വാതന്ത്ര്യം, ഒരു ഫ്രീഡം, ഒരു ഒബീഡിയൻസിന്റെ പ്രശ്നം. അമ്മ പറയുന്നത് കേൾക്കാൻ പ്രശ്നം, അപ്പൻ പറയുന്നത് കേൾക്കാൻ പ്രശ്നം. അപ്പോൾ എന്തുവാ ചെയ്യുന്നത്? നമ്മളെ വീടിനകത്തിരിക്കാതെ, ഭവനത്തിനകത്തിരിക്കാതെ ഞാൻ ദൂരെയൊക്കെ പോകുമായിരുന്നു. എൻ്റെ കൂട്ടുകാരുടെ കൂടെ ഞാൻ നടക്കുമായിരുന്നു. കൂടുതൽ സമയത്ത് കൂട്ടുകാരുടെ കൂടെ നടന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. അന്നൊക്കെ എനിക്ക് മനസ്സിലായില്ലായിരുന്നു, ഞാൻ ശരിക്കും പറഞ്ഞാൽ ആ വാസ്തവത്തിലുള്ളത് ആയ പിതാവിൻ്റെ കെയറും ആ മാതാവിൻ്റെ കെയറും ഞാൻ തള്ളിക്കളഞ്ഞിട്ട് ഒരു നല്ല ക്രിസ്ത്യാനിയായിട്ട് പള്ളിയിലൊക്കെ പോകുകയൊക്കെ ചെയ്യുമായിരുന്നു. ഈ വ്യക്തി അപ്പൻ്റെ വീട്ടിൽ
നിന്ന് കൂടുതൽ അകന്നു പോയപ്പോൾ അവന് പുതിയ കൂട്ടുകാരെ കിട്ടി. ആ കൂട്ടുകെട്ടുകൾ അവനെ അവരുടെ ജീവിത ശൈലിയിലേക്ക് കൊണ്ടുപോയി. ലൈഫ് സ്റ്റൈല് ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. വളരെയധികം വ്യക്തികളെ എനിക്കറിയാം. ഈ വ്യക്തികളൊക്കെ ഉണ്ടല്ലോ, തുടങ്ങിയപ്പോൾ നല്ല നല്ല വ്യക്തികളായിരുന്നു. അയ്യോ, എന്തോ താഴ്മയായിരുന്നു, എന്തോ ഭക്തിയായിരുന്നു, എന്തോ വിശ്വാസമായിരുന്നു. പക്ഷെ കുറച്ചു നാൾ കഴിയുമ്പം ഒരു പക്ഷെ കാനഡയിൽ അല്ലെങ്കിൽ US അല്ലെങ്കിൽ ഓസ്ട്രേലിയയിൽ അല്ലെങ്കിൽ ജർമ്മനിയിലോ എവിടെങ്കിലും പോകുമ്പോൾ അവിടുത്തെ ജീവിതത്തിന്റെ ശൈലി, ആ ലൈഫ് സ്റ്റൈൽ നമ്മൾ അഡോപ്റ്റ് ചെയ്ത് നമ്മളെ തന്നെ മറന്നു പോകുന്ന ഒരു കാലഘട്ടം. അവിടുത്തെ സംസ്കാരത്തോടും അവരുടെ രീതികളോടും ചേർന്ന് ജീവിക്കുവാൻ തുടങ്ങി. 14-ാമത്തെ വാക്യത്തിൽ നോക്കുമ്പോൾ, എല്ലാം ചെലവഴിച്ച ശേഷം ആ ദേശത്തെ കഠിന ശാപമുണ്ടായിട്ട് അവന് മുട്ടുവന്നു തുടങ്ങി. He started facing financial crisis. 15-ാമത്തെ വാക്യത്തിൽ അവൻ ആ ദേശത്തിലെ പൗരന്മാരിൽ ഒരുത്തനെ ചെന്ന് ആശ്രയിച്ചു. അവനെ തന്റെ വയലിൽ പന്നികളെ മേയ്പ്പാൻ അയച്ചു. ഇവന്റെ ആശ്രയം എവിടെ പോയി? ആ ദേശത്തിലെ പൗരന്മാരിൽ അവൻ ആശ്രയിച്ചു എന്നാ പറയുന്ന വചനം. നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ മനുഷ്യരിൽ ആശ്രയിക്കാതെ യഹോവയിൽ ആശ്രയിക്കുവാനാണ് ദൈവം പഠിപ്പിക്കുന്നത്. പക്ഷേ ഒരു പുതിയ സ്ഥലത്ത് ചെല്ലുമ്പോൾ അറിയാതെ എങ്ങനെയൊക്കെയോ നമ്മൾ എന്തിലൊക്കെയോ ആശ്രയിച്ചു പോകും. 16-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, പന്നി തിന്നുന്ന വാളവര കൊണ്ട് വയറു നിറപ്പാൻ അവൻ ആഗ്രഹിച്ചുവെങ്കിലും ആരും അവന് കൊടുത്തില്ല. ദൈവത്തിൽ നിന്ന് അകന്ന ഒരു സമയമുണ്ട്. അവന്റെ കഴിവ്, അവന്റെ ആരോഗ്യം, അവന്റെ ആത്മീയത എല്ലാം പാഴായി. ആദ്യം ലോക സുഖങ്ങൾ സന്തോഷമായി തോന്നി വ്യക്തിക്ക്, പിന്നെ ശൂന്യത, ഏകാന്തത. അടുത്ത ഭാഗം പറയുന്നത് 17-ാമത്തെ വാക്യത്തിൽ, അപ്പോൾ സുബോധം വന്നിട്ട്, ഒരു മാനസാന്തരം. അവന് സുബോധം വന്നെന്ന വചനം പറയുന്നത്. സുബോധം ഇംഗ്ലീഷിലെ ട്രാൻസ്ലേഷൻ പറഞ്ഞാൽ he came to his senses, he came to himself, he came to his senses. അവന് സുബോധം വന്നു. അവൻ പറഞ്ഞു, എന്റെ അപ്പന്റെ എത്ര കൂലിക്കാർ ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്നു, ഞാനോ വിശപ്പ് കൊണ്ട് നശിച്ചു പോകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ ചെന്ന് അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഫാദർ, ഐ ഹാവ് സിൻഡ് അഗൈൻസ്റ്റ് ഹെവൻ ആൻഡ് ബിഫോർ യു. ഇനി നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല. നിന്റെ കൂലിക്കാരിൽ ഒരുത്തനെ പോലെ എന്നെ ആക്കണമേ എന്ന് പറഞ്ഞു. I am no longer worthy to be called your son. I am not worthy to be called your son. Make me like one of your hired servants. ഞാനൊരു കൂലിക്കാരനായിട്ട് വീട്ടിൽ ജോലി ചെയ്യാം, പക്ഷെ എന്നെ വീട്ടിൽ എടുക്കണമേ. ഒരു വലിയ വാക്കാകട്ടോ. സുബോധം വന്നു. അവന് ബോധം വന്നു. എപ്പോഴാ വന്നത്? കഷ്ടത വന്നപ്പോൾ മാത്രമാ അവന്റെ തെറ്റുകൾ തിരിച്ചറിയുവാൻ സാധിച്ചത്. പിതാവിന്റെ വീട്ടിലെ സമാധാനവും കരുതലും അവന്റെ മനസ്സിൽ വീണ്ടും തെളിഞ്ഞു. അവൻ ഓർത്തു, അപ്പോൾ ഞാൻ എൻ്റെ പിതാവിന്റെ വീട്ടിലായിരുന്നപ്പോൾ എന്തൊരു ഫെസിലിറ്റി ആയിരുന്നു, എന്തൊരു സ്നേഹമായിരുന്നു, എന്ത് ചോദിച്ചാലും കിട്ടുന്ന ഒരു അവസ്ഥയല്ലായിരുന്നോ എൻ്റെ? ഞാൻ എന്തിനാ ഈ വീട് വിട്ടു പോകേണ്ടി വന്നത്? കുറച്ച് പ്രോപ്പർട്ടി എനിക്ക് കിട്ടി, അതെല്ലാം നഷ്ടപ്പെട്ടു, എല്ലാം കഴിഞ്ഞു, എൻ്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ. അവന്റെ മനസ്സ് വീണ്ടും തെളിഞ്ഞു. അവന്റെ തലമണ്ടയ്ക്കകത്തുള്ള എല്ലാ ഗാർബേജും ഇറക്കി. നമ്മുടെ ജീവിതത്തിൽ ഞാൻ പറയട്ടെ, പ്രസംഗങ്ങൾ കേൾക്കുന്നത് നല്ലതാ. പക്ഷെ നമ്മൾ പ്രസംഗം കേട്ട് കഴിഞ്ഞിട്ട് കുറച്ചു നേരം ഇരുന്ന് റിഫ്ലക്റ്റ് ചെയ്യുവാൻ നോക്കണം. മറ്റുള്ളവരുടെ അപ്പുറത്തിരിക്കുന്ന ഒരാളെ തട്ടിയിട്ട് പറയണ്ട, ഇത് നിനക്കുള്ള പ്രസംഗമാണ്. നമ്മളോട് തന്നെ സംസാരിക്കണം, ഇതെനിക്കുള്ള പ്രസംഗമാണ്. ഈ സംഭവം നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണെന്നറിയാമോ? തെറ്റിപ്പോയാലും മടങ്ങി വരാനുള്ള വഴി അടഞ്ഞിട്ടില്ല. ഒത്തിരി വ്യക്തികൾ ചിന്തിക്കുന്നത്, ഞാൻ പാപിയ, ഞാൻ എല്ലാത്തിലും നഷ്ടപ്പെട്ടു, ഞാൻ ദൂരെയായി, എനിക്കിനി ഒരു വഴിയില്ല തിരിച്ചു പോകാന്. പക്ഷെ നല്ല ഒരു ന്യൂസ് ഉണ്ട്. പിതാവിന്റെ സ്നേഹം, നമ്മുടെ ദൈവത്തിന്റെ സ്നേഹം ക്ഷമയുടെയും കരുണയുടെയും പ്രതീകമാണ്. മാനസാന്തരം 3 ഘട്ടത്തിൽ കൂടെയാണ് നമുക്കിത് കാണുവാൻ സാധിക്കുന്നത്. 1-ാമത്തെ ഭാഗം, അവൻ തൻ്റെ തെറ്റ് തിരിച്ചറിഞ്ഞു. വളരെ ഇമ്പോർട്ടൻ്റ്. അത് എഴുതി വെക്ക്, അത് മനസ്സിൽ വെക്ക്. ആദ്യം നമ്മുടെ തെറ്റുകളെ തിരിച്ചറിയണം. 2-ാമത്തത്,
അവൻ പിതാവിന്റെ വീട്ടിലോട്ട് മടങ്ങുവാൻ തീരുമാനിച്ചു. ഞാൻ തിരിച്ചു പോവുകയാണ്. ഐ എം ഗോയിങ് ബാക്ക്, ഐ എം കമ്മിങ് ബാക്ക് ടു ദ ഹാർട്ട് ഓഫ് വർഷിപ്പ്. ഞാൻ ഒരു ആരാധനയിലോട്ട് തിരിച്ചു പോകുവാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ തെറ്റിന് പോയി, ഞാൻ ഒത്തിരി തെറ്റുകൾ ചെയ്തു. മൂന്നാമത്തത്, അവൻ എഴുന്നേറ്റു മടങ്ങി. ഇത് വളരെ ഇമ്പോർട്ടന്റ് കാര്യമാണ് കേട്ടോ. അവൻ മടങ്ങാൻ തീരുമാനിച്ചു. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഈ മൂന്നാമത്തെ ഭാഗം ചെയ്യാൻ ഒരു തന്റേടം വേണം, ഒരു ചങ്കൂറ്റം വേണം. എന്താന്ന് വെച്ചാൽ പിതാവിന്റെ വീട് വിട്ട് ആ കംപ്ലീറ്റ് ഓഹരി എടുത്ത് എല്ലാ പ്രോപ്പർട്ടിയുടെ ഷെയർ എടുത്തിട്ട് ഇറങ്ങി ഞാൻ പോകുകയാണെന്ന് പറഞ്ഞ് പോയ വ്യക്തി തിരിച്ചു പോകുമ്പോൾ അവന്റെ ഈഗോ ഉണ്ട്. പലർക്കും വിഷമമുണ്ട് ഇത് ചെയ്യാൻ. ഒത്തിരി പേർക്ക് ഇത് തോന്നും നല്ലതാണെന്ന്, ഞാൻ തിരിച്ചു പോകണം, പക്ഷെ പോകത്തില്ല. എന്താണെന്നറിയാമോ? ഈഗോയാ. യാഥാർത്ഥ മാനസാന്തരം അത് നമ്മുടെ ഡയറക്ഷൻ മാറുമ്പോഴാ. ഡയറക്ഷൻ, ഞാൻ പോകുന്ന പോക്കിൽ നിന്ന് തിരിച്ചു വരുന്നതാണ് മാനസാന്തരം, റിപ്പന്റൻസ്. അവൻ തയ്യാറാക്കിയ പ്രസംഗം വളരെ സിമ്പിൾ ആയിരുന്നു കേട്ടോ. പിതാവേ, ഞാൻ സ്വർഗത്തിനും നിനക്കും വിരോധമായി പാപം ചെയ്തു. ഇനി നിന്റെ മകൻ എന്ന് വിളിക്കപ്പെടുവാൻ യോഗ്യനല്ല. ഞാൻ യോഗ്യനല്ല. ആ വ്യക്തി ഒരു പക്ഷെ പാടാനുണ്ടെങ്കിൽ ഈ പാട്ട് പാടിയനെ. ഞാൻ യോഗ്യനല്ല യേശുവേ നിൻ സ്നേഹം പ്രാപിപ്പാൻ. ഞാൻ യോഗ്യനല്ല യേശുവേ നിൻ നന്മ പ്രാപിപ്പാൻ. എങ്കിലും നീ സ്നേഹിച്ചു, എങ്കിലും നീ മാനിച്ചു, എങ്കിലും നീ സ്നേഹിച്ചു, എങ്കിലും നീ മാനിച്ചു. ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ. ഒരുപക്ഷെ ഈ ലൈനും പറഞ്ഞു കാണും കേട്ടോ. ഞാൻ ദോഷമായി നിരൂപിച്ചു, ദോഷങ്ങൾ പ്രവർത്തിച്ചു. ഞാൻ ദോഷമായി നിരൂപിച്ചു, ദോഷങ്ങൾ പ്രവർത്തിച്ചു. എങ്കിലും കനിഞ്ഞു നീ, എങ്കിലും ക്ഷമിച്ചു നീ, എങ്കിലും കനിഞ്ഞു നീ, എങ്കിലും ക്ഷമിച്ചു നീ. ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ. മാനസാന്തരം വളരെ ഇമ്പോർട്ടൻ്റാ. ഈ വ്യക്തി തീരുമാനിച്ചു, വീട്ടിലോട്ട് പോവുകയാണ്. അടുത്ത ഭാഗമാണ്, നമ്മൾക്കൊരു കാത്തിരിക്കുന്ന ഒരു പിതാവിനെ കാണുവാൻ സാധിക്കും. കാത്തു നിൽക്കുന്ന ഒരു പിതാവ്. എന്ത് ബ്യൂട്ടിഫുൾ സീനാ അതെന്നറിയാമോ? 20ാമത്തെ വാക്യം. അങ്ങനെ അവൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ പോയി. ദൂരത്തു നിന്ന്, ഒന്ന് ശ്രദ്ധിച്ചു നോക്കണം, ദൂരത്തു നിന്ന്. ആദ്യം നമ്മൾ വായിച്ച അവൻ ദൂരെ പോയെന്നാ. ദൂരത്തു നിന്ന് തന്നെ അപ്പൻ അവനെ കണ്ട് മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവന്റെ കഴുത്ത് കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ചു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ദൈവത്തിന് സ്തോത്രം. അവനെ ചുംബിച്ചു, അവനെ കെട്ടിപ്പിടിച്ചു. അവനോട് പറഞ്ഞു, എന്റെ മോനെ വന്നോടാ നീ വീട്ടില്, എന്റെ മോനെ നീ വന്നോടാ, നിനക്ക് വേണ്ടി ഞാൻ എത്ര നാള് കാത്തിരിക്കുമായിരുന്നു. കാത്തിരിക്കുന്ന ആ പിതാവ്, കാത്തു നിൽക്കുന്ന ദൈവം. മകൻ അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു, ഇനി നിന്റെ മകൻ എന്ന് വിളിക്കപ്പെടുവാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞു. അപ്പൻ തന്റെ ദാസന്മാരോട്, വേഗം മേൽത്തരമായ അങ്കി കൊണ്ടുവന്ന് അവനെ ധരിപ്പിപ്പീൻ, ഇവന്റെ കൈക്ക് മോതിരവും കാലിന് ചെരുപ്പും ഇടുവിപ്പീൻ, തടിപ്പിച്ച കാളക്കുട്ടിയെ കൊണ്ടുവന്ന് അർപ്പീൻ. ഹല്ലേലൂയ, നാം തിന്ന് ആനന്ദിക്ക. ഈ എന്റെ മകൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു, കാണാതെ പോയിരുന്നു, കണ്ടു കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇത് തന്നെയാണ് സ്വർഗത്തിലെ പിതാവ് പറയുന്നത്. എപ്പോഴും ഏത് വ്യക്തി മാനസാന്തരപ്പെട്ട് ദൈവസന്നിധിയിൽ വരുമ്പോൾ ദൈവം പറയുന്നത് ഇത് തന്നെയാ. തടിച്ച കാളക്കുട്ടിയെ കൊണ്ടുവരാം നമുക്ക്. അയ്യോ, ഒന്ന് സന്തോഷിക്കാം, ഒന്ന് ആനന്ദിക്കാം നമുക്ക്. ഈ മകൻ മരിച്ചവനായിരുന്നു, അല്ലെങ്കിൽ ഈ മകൾ മരിച്ചവളായിരുന്നു,
വീണ്ടും ജീവിക്കുന്നു. ഹല്ലേലൂയ. കാണാതെ പോയ ഈ മകൻ, ആ കാണാതെ പോയ മകൾ, അയ്യോ കണ്ടുകിട്ടിയല്ലോ. I was once lost but I am found now. I was blind but now I see. Amazing grace, how sweet the sound that saved a wretch like me. ഞാനൊരു പാട്ട് ആലപിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് പാട്ടാണ്. ഈ ഭാഗം, ഈ പുത്രൻ വീട്ടിൽ ചെന്നു. ആ ഒരു സെലിബ്രേഷന്റെ ഇടയ്ക്ക് ഈ വ്യക്തി ഇങ്ങനെ മനസ്സിൽ ആലപിച്ചു കാണും കേട്ടോ. ആ മനസ്സിൽ ആലപിച്ച് ദൈവത്തെ ആരാധിച്ചു കാണും. ആ സമയത്ത് എത്ര ദൂരം, ആദ്യം ഓർക്കുന്നുണ്ട് ഞാൻ പറഞ്ഞത്, ദൂരെ പോയ മകൻ. എത്ര ദൂരം നിന്നെ വീട്ടോടി ഞാൻ, അത്ര നേരം കാത്തു നിന്നെന്നെ നീ. എത്ര ദൂരം അങ്ങെ വീട്ടോടി ഞാൻ, അത്ര നേരം കാത്തു നിന്നെന്നെ നീ. ഞാൻ 29 വയസ്സായി അന്നത്തെ സമയത്ത് ക്രിസ്തുവിലായപ്പോൾ. എൻ്റെ ദൈവം എന്നെ നോക്കി ഇങ്ങനെ തന്നെ പറഞ്ഞു കാണും കേട്ടോ. എൻ്റെ മോനെ, 29 വർഷം നിനക്ക് വേണ്ടി ഞാൻ കാത്തു നിൽക്കുകയായിരുന്നു. എത്ര ദൂരം നീ ഓടി, എത്ര ദൂരം നിന്നെ വീട്ടോടി ഞാൻ, അത്ര നേരം കാത്തു നിന്നെന്നെ നീ. 2 ഭാഗമുണ്ട് കേട്ടോ. ഈ ദൂരം നീട്ടുന്നത് വെറുതെ അല്ല കേട്ടോ. അത്ര ദൂരം. ഹല്ലേലൂയ. എത്ര ദൂരം നിന്നെ വീട്ടോടി ഞാൻ, അത്ര നേരം കാത്തു നിന്നെന്നെ നീ. ആ പാട്ടിന്റെ ഒരു ഭാഗമുണ്ട്. തള്ളി പറഞ്ഞപ്പോഴും തള്ളിക്കളഞ്ഞതില്ലെന്നെ നീ, തള്ളി പറഞ്ഞപ്പോഴും തള്ളിക്കളഞ്ഞതില്ലെന്നെ നീ. ചൂടുള്ളൊരപ്പവും കുളിരിനായി ചൂടും പകർന്നു തന്നില്ലെന്നിൽ നീ. ഹല്ലേലൂയ. ചൂടുള്ളൊരപ്പവും കുളിരിനായി ചൂടും പകർന്നു തന്നെന്നിൽ നീ. ഇത്രമേൽ എന്നെ സ്നേഹിച്ചുവോ, ഇതെത്രയും വിചിത്രമേശു രക്ഷക. ഇത്രമേൽ എന്നെ സ്നേഹിച്ചുവോ, ഇതെത്രയും വിചിത്രമേശു രക്ഷക. ഹല്ലേലൂയ. തള്ളിപ്പറഞ്ഞപ്പോഴും തള്ളിക്കളഞ്ഞതില്ല എന്നെ നീ. ഞാൻ തെറ്റുകൾ ചെയ്തപ്പോഴും എന്നെ ശാസിക്കുകയോ നിരസിക്കുകയോ ചെയ്തെങ്കിലും പൂർണ്ണമായി ഉപേക്ഷിച്ചില്ല. ആ ദൈവത്തെ നമുക്കൊന്ന് ആരാധിക്കാൻ സാധിക്കണം. എത്ര ദൂരം ഞാൻ പോയി, അത്ര നേരം എൻ്റെ പിതാവ് എനിക്ക് വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു. ആ കാത്തു നിൽക്കുന്ന ദൈവത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത്. നമ്മൾ ആ മുടിയനായ പുത്രന്റെ കൂട്ട് ഒരു കാലത്ത് ജീവിച്ച കാലം ഉണ്ടായിരിക്കും. ആ ഒരു ഭാഗത്തിന് ഞാൻ പറഞ്ഞില്ല, ചൂടുള്ള അപ്പം. ആ ഭാഗം എന്താണെന്നറിയാം, ജീവിതത്തിലെ കഠിനം, ആ പ്രശ്നത്തിലും എന്ന് വെച്ചാൽ ദുഃഖം, ആ ഏകാന്തത, വിഷമങ്ങളെല്ലാം ഉണ്ടായിട്ടും എനിക്ക് ആശ്വാസവും സ്നേഹവും കരുത്തും നൽകിയ ദൈവം, ആ ധൈര്യം തന്നതായ ദൈവം, ആ ചങ്കൂറ്റം തന്നതായ ദൈവം, ആ ബുദ്ധി തന്നതായ ദൈവത്തെ ഞാൻ ആരാധിക്കുകയാണ്. എത്ര ദൂരം നിന്നെ വിട്ടോടി ഞാൻ, അത്ര നേരം കാത്തു നിന്നെ നീ. അത്ര ദൂരം സഞ്ചരിച്ചു ഞാൻ, എത്ര ദൂരം ഞാൻ പോയി. പിതാവിനെ വിട്ടില്ല, നിങ്ങളെയും വിട്ടില്ല. ഇതാണ് സുവിശേഷം. നമ്മുടെ ദൈവം പാപത്തെ ചെറുതായി കാണുന്നില്ല. പക്ഷേ പാപി തിരിച്ചു വരുമ്പോൾ അവനെ കെട്ടിപ്പിടിക്കും, അവനെ അനുഗ്രഹിക്കും, അവനെ തിരിച്ചു വിളിക്കും, അവന് വേണ്ടി എല്ലാം കൊടുക്കും. ഞാൻ തിരിച്ചു വന്നപ്പോൾ എൻ്റെ പിതാവ് എന്നോട് പറഞ്ഞില്ല, മോനെ 29 വർഷം നീ എന്തിനാണ് ഇങ്ങനെ നടന്നത്? പക്ഷെ ഞാൻ തിരിച്ചു വന്നപ്പോൾ എൻ്റെ പിതാവിനെ കെട്ടിപ്പിടിച്ചു, എൻ്റെ പിതാവിനെ സ്നേഹിച്ചു. ആ പിതാവിന്റെ സ്നേഹം ഞാൻ അനുഭവിക്കുന്നത് കൊണ്ടാണ് ഇത്രയും വർഷം എത്ര ദൂരം ഞാൻ പോയെങ്കിലും ആ പിതാവിന്റെ സ്നേഹം ഓർക്കുമ്പോൾ
എനിക്കൊരിക്കലും ആ പിതാവിനെ മറക്കുവാൻ സാധിക്കത്തില്ല. ആ ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ച് മറക്കുവാൻ സാധിക്കത്തില്ല. മോതിരം കൊടുത്തു, കാലിന് ചെരുപ്പ് കൊടുത്തു, കൊഴുത്ത കാളക്കുട്ടിയെ അറുത്തു. പന്നിക്കൂട്ടത്തിൽ നടന്ന് ആ ഒരു വ്യക്തിയല്ല, തിരിച്ചു വന്നപ്പോൾ അവനൊരു പുതിയ വസ്ത്രം. ഹല്ലേലൂയ. നമുക്ക് ദൈവം ഒരു പുതിയ വസ്ത്രം തരും. മോതിരം എന്താണെന്നറിയാം? ആ പുത്രത്വത്തിന്റെ അധികാരമാണ് നമ്മളെ കാണിക്കുന്നത്. ചെരുപ്പ് അടിമത്വമല്ല, മകനാണ് എന്ന ഒരു ബഹുമതിയാണ് അവിടെ കാണിക്കുന്നത്. വിരുന്ന് അവിടെ കാണുമ്പോൾ ഒരു സന്തോഷമാണ്, ഒരു സെലിബ്രേഷന്റെ അന്തരീക്ഷം. ഇനി നമുക്ക് അടുത്ത ഭാഗത്തോട്ട് പോകാം, ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് 25-ാമത്തെ വാക്യം. അവന്റെ മൂത്ത മകൻ വയലിലായിരുന്നു. അവൻ വന്ന് വീടിനോടടുത്തപ്പോൾ വാദ്യവും നൃത്തഘോഷവും കേട്ടു. ബാല്യക്കാരിൽ ഒരുത്തനെ വിളിച്ച് ഇതെന്ത് എന്ന് ചോദിച്ചു. അവൻ അവനോട്, നിന്റെ സഹോദരൻ വന്നു, നിന്റെ അപ്പൻ അവനെ സൗഖ്യത്തോടെ കിട്ടിയതുകൊണ്ട് തടിപ്പിച്ച കാളക്കുട്ടിയെ അറുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ കോപിച്ച് അകത്ത് കടക്കുവാൻ മനസ്സില്ലാതെ നിന്നു. അപ്പൻ പുറത്തു വന്ന് അവനോട് അപേക്ഷിച്ചു. അവൻ അവനോട്, ഇത്ര കാലമായി ഞാൻ നിന്നെ സേവിക്കുന്നു, നിന്റെ കൽപ്പന ഒരിക്കലും ലംഘിച്ചിട്ടില്ല. എന്നാൽ എന്റെ ചങ്ങാതികളുമായി ആനന്ദിക്കേണ്ടതിന് നീ ഒരിക്കലും എനിക്ക് ഒരു ആട്ടിൻകുട്ടിയെ തന്നിട്ടില്ല. വേശ്യമാരോടുകൂടെ നിന്റെ മുതൽ തിന്നുകളഞ്ഞ ഈ നിന്റെ മകൻ വന്നപ്പോഴേക്കോ തടിപ്പിച്ച കാളക്കുട്ടിയെ അവനു വേണ്ടി അറുത്തുവല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. അതിനവൻ അവനോട്, മകനെ, നീ എപ്പോഴും എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ, എനിക്കുള്ളതെല്ലാം നിന്റേതാകുന്നു. നിന്റെ ഈ സഹോദരനോ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു, കാണാതെ പോയിരുന്നു, കണ്ടുകിട്ടിയിരിക്കുന്നു. ആകയാൽ ആനന്ദിച്ച് സന്തോഷിക്കേണ്ടത് ആവശ്യമായിരുന്നു എന്ന് പറഞ്ഞു. വീട്ടിലുണ്ടായിരുന്നെങ്കിലും ആ പിതാവിന്റെ ഹൃദയം അറിയാത്ത മൂത്ത മകൻ വീട്ടിലുണ്ടായിരുന്നു. അവൻ എങ്ങും പോയില്ല. അവൻ മുടിയനായ പുത്രൻ എന്ന് വേണമെങ്കിൽ പറയത്തില്ല, നല്ല ക്രിസ്ത്യാനി എന്ന് വേണമെങ്കിൽ പറയും. ഈ കഥയിൽ മറ്റൊരു നഷ്ടപ്പെട്ടവനുണ്ട്. ഈ നഷ്ടപ്പെട്ടവനാണ് മൂത്ത മകൻ. അവൻ വീട്ടിലുണ്ടായിരുന്നു, വയലിൽ ജോലി ചെയ്യുമായിരുന്നു, പിതാവിന്റെ കൽപ്പനകൾ ലംഘിച്ചില്ലെന്നാണ് ഈ ഭാഗത്തിൽ പറയുന്നത്. എന്നാൽ ഇളയ സഹോദരൻ മടങ്ങിയെത്തിയപ്പോൾ അവന്റെ ഹൃദയത്തിൽ സന്തോഷമില്ല. സന്തോഷത്തിന് പകരം അവന്റെ ഹൃദയം കോപം നിറഞ്ഞു. കോപത്താൽ നിറഞ്ഞ ഒരു ഹൃദയം. നീതിമാനാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നവരുണ്ട്. മൂത്ത മകൻ അവന്റെ വർക്കിനെ കുറിച്ചാണ് പറയുന്നത്. ഇത്ര കാലമായി നോക്കിയേ, ഇത്ര കാലമായി ഞാൻ നിന്നെ സേവിക്കുന്നു, നിന്റെ കൽപ്പനകൾ ഒരിക്കലും ലംഘിച്ചിട്ടില്ല. ഈ മകൻ, ഞാൻ വലിയ കാര്യമാണ് ദൈവത്തിന് ചെയ്യുന്നത്. ചിലവരൊക്കെ പള്ളി പോകുമ്പോൾ ഞാൻ ഭയങ്കരമായ ദൈവത്തിന്റെ വേല ചെയ്യുക. ഞാൻ ഒരുപക്ഷെ സെക്രട്ടറി ആയിരിക്കും, അല്ലെങ്കിൽ ഒരുപക്ഷെ ട്രസ്റ്റി ആയിരിക്കും, അല്ലെങ്കിൽ ഒരുപക്ഷെ പ്രസിഡന്റ് ആയിരിക്കും. ഏത് സ്ഥാനത്താണെന്നുള്ളത് വിഷയമല്ല. നിങ്ങളുടെ ഹൃദയം എങ്ങനെയാണ്? ഇപ്പോൾ ഈ വ്യക്തിയെക്കുറിച്ച് നോക്കുമ്പോൾ ഞാനൊരു ഭാഗം നോക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? നമ്മുടെയൊക്കെ സഭകളിൽ ഒത്തിരി അച്ചായന്മാരുണ്ട് കേട്ടോ. അച്ചായന്മാരും അമ്മാമ്മമാരും, ഈ മുതിർന്നവരെന്ന് പറയുന്ന പ്രായത്തിലല്ല കേട്ടോ, ഒത്തിരി മുതിർന്ന വ്യക്തികളുണ്ട്. ഇവരെപ്പോഴും പറയുന്നത് എന്താ പറയുക, സീനിയോറിറ്റി ആയി വ്യക്തി പറയുന്നത് കേട്ടോ. മകനെ, അപ്പ ഞാൻ എത്ര മാത്രം പണി ചെയ്തു, എത്ര നാൾ ഞാൻ സെക്രട്ടറി ആയിരുന്നു പള്ളിയിലെ, എത്രമാത്രം ഞാൻ ചെയ്തു, എന്തെല്ലാം ചെയ്തു. ഈ അച്ചായന്മാരും അമ്മാമ്മമാരും എന്തോ ചെയ്യുന്നതെന്നറിയാമോ? ഈ പുതിയ വിശ്വാസി വരുമ്പോൾ ഒരു സന്തോഷം അവരുടെ മനസ്സിൽ വരുന്നില്ലെന്നുള്ളത് ഒരു ഭാഗമാണ്. പക്ഷേ ഈ സന്തോഷം വരാത്തതിന്റെ കൂടെ തന്നെ ഈ കോപം കാരണം, ഈർച്ച കാരണം, കുശുമ്പ് കാരണം അവരുടെ വിരുദ്ധമായിട്ട് പോകും. ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച ഒരു കാര്യമാണ്. ഞാൻ ക്രിസ്തുവിലായി, പക്ഷെ എന്നെ കണ്ടപ്പോൾ സന്തോഷിക്കേണ്ടവർ കൂടുതലായിരുന്നു. അന്നത്തെ അച്ചായന്മാരും അമ്മമ്മമാരും എന്നെ കണ്ടിട്ട് സന്തോഷിച്ചില്ല. അതിനു പകരം കുശുമ്പ് കൊണ്ട് ഓരോ കാര്യങ്ങൾ പറയുകയും ചെയ്തു. ഞാൻ ഉദാഹരണത്തിന് പറയുകയാണ്, ഒരു 18 വർഷം മുമ്പ് ഒരു സ്ഥലത്ത് ബോംബെയിൽ ഞാനൊരു 4-5 വ്യക്തികളെ ഒന്നിച്ച് കാണുകയാണ്. ഈ 4-5 വ്യക്തികളെല്ലാം പ്രായത്തിൽ എന്നെക്കാളും വളരെ എൽഡേഴ്സ് ആയവരെല്ലാം. ഒരാൾ CSIയിലെയാണ്, ഒരാൾ മാർത്തോമയാണ്, ഒരാൾ പെന്തിക്കോസ്താ, പിന്നൊരാൾ നിരീശ്വരവാദിയാണ്. ഇവരെല്ലാവരും ചോദിച്ചതിന്റെ ചോദ്യം എന്താണെന്ന് അറിയാം. എന്നോട് ചോദിച്ചത്, ഒരാൾ ചോദിക്കുകയാണ്, ബാബു എന്ന് എൻ്റെ വീട്ടിൽ വിളിക്കുന്ന പേര്, ബാബു നീ ആരാ? ബാബു നീ ആരാ? നീ മാർത്തോമയാണോ? നീ പെന്തിക്കോസ്താന്നോ? എനിക്കറിയാം, ഒരു ഡിസ്കഷനും ഒരു ഡിബേറ്റിനും ഒരു ആർഗ്യുമെന്റിനും ഉള്ള വാക്കുകളത്, ഒരു വഴക്കിനുള്ള വാക്കുകളാണ്.
ഞാൻ ചിരിച്ചിട്ട് പറഞ്ഞു, ഐ എം എ ക്രിസ്ത്യൻ. പിന്നെയും ചോദിക്കുക, നോ ബട്ട് യു ടെൽ മീ, മാർത്തോമയാണോ നീ, പെന്തിക്കോസ്താണോ? ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, ഈ മൂപ്പന്മാർക്ക് ഞാൻ മാർത്തോമയാണോ എന്ന് അറിയാൻ ഇത്രയും ആഗ്രഹം എന്തുവാ? അല്ലെങ്കിൽ ഞാനൊരു പെന്തിക്കോസ്താണെന്ന് എന്റെ വായിക്കൂടെ പറയിപ്പിക്കുന്നത് എന്തിന്? ഒരു ആർഗ്യുമെന്റ് എങ്ങനെങ്കിലും ഒക്കെ ഒന്ന് കുരുക്കണം. ഒരാള്, ആ പെന്തിക്കോസ്ത് മനുഷ്യൻ പറഞ്ഞു, ബാബു നിനക്ക് ഇനിയും മാറാനുണ്ട്. എന്താ കാരണം? ആ മോതിരം ഉള്ളത് കൊണ്ട് ആ വ്യക്തി എന്നെ കണ്ടിട്ട് ജഡ്ജ് ചെയ്യുകയാണ്. ഞാൻ പറയുന്നത്, ഒത്തിരി അച്ചായന്മാരും ഒത്തിരി അമ്മാമ്മമാരും നമ്മുടെയൊക്കെ കൂട്ടത്തിലുണ്ട്. നമ്മളെയൊക്കെ അവഗണിക്കുന്ന വ്യക്തികളുണ്ട്. അകത്തുള്ള ആത്മാവിനെ സ്വീകരിക്കാതെ ഞാൻ ചെയ്തു, ഞാൻ ഇന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒത്തിരി സീനിയേഴ്സ് ഉണ്ട്, ഒത്തിരി മൂത്ത മക്കളുണ്ട്. ഈ ഇളയ മകൻ തിരിച്ചു വരികയാണ്. ഈ മുടിയനായ പുത്രൻ വളരെയധികം അന്ധകാരത്തിൽ നടന്നു. അവനെ തിരിച്ചു വരുന്നല്ലോ. വാ മോനെ, എന്റെ മകനെ, എന്റെ സഹോദര, എന്റെ സഹോദരി, ഒന്ന് കെട്ടിപ്പിടിച്ച് ഒന്ന് ഉമ്മ കൊടുത്ത് ആ വ്യക്തിയെ ഒന്ന് അനുഗ്രഹിക്കുക. ഒത്തിരി വ്യക്തികള് തിരിച്ചു വരുമ്പോൾ എൻകറേജ്മെന്റ് ഇല്ല. എനിക്ക് ഡോക്ടർ M.A. വർഗീസിന്റെ കഥ കേട്ടിട്ടുണ്ട്. അദ്ദേഹം സ്നാനമെടുത്ത് വീട്ടിൽ വന്നപ്പം അപ്പൻ പറഞ്ഞത്, മോനെ നിനക്ക് വീട്ടിൽ താമസിക്കാൻ പറ്റത്തില്ല. അവസാനം അവനെ വേലക്കാരനായിട്ട് അദ്ദേഹത്തെ വീട്ടിലിരുത്തി. അദ്ദേഹം പറഞ്ഞ സാക്ഷ്യമാണ് ഞാനൊരു മെസ്സേജിൽ കൂടെ കേട്ടത്. വളരെ വർഷം ആ വ്യക്തി വീട്ടിൽ ഒരു വേലക്കാരനായിട്ട് ആ പുറകിൽ കൂടെ കിട്ടുന്ന ഫുഡ് മേടിച്ചിരിക്കുക. എന്താ തെറ്റാ വ്യക്തി ചെയ്തെന്നറിയാമോ? സ്നാനമെടുത്തു, ഒന്ന് മാനസാന്തരപ്പെട്ടു. എത്രയോ വ്യക്തികൾ ആ ദൈവത്തിൽ നിന്ന് ദൂരെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ പിതാവ് കാത്തിരിക്കുന്നുണ്ട്. പക്ഷെ ഈ പിതാവ് കാത്തിരിക്കുന്നതിൻ്റെ കൂടെ ഈ മൂത്ത മക്കളുണ്ട്, മൂത്ത വ്യക്തികളുണ്ട്. ഈ മൂത്ത വ്യക്തികൾ ഇന്ന് ദൈവം പറയുന്നത്, നിങ്ങളാണോ ആ വ്യക്തി? നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും മാനസാന്തരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയെ നിങ്ങൾ സ്വീകരിക്കാതെ അങ്ങ് ഇരിക്കുവാന്നോ, മസിൽ പിടിച്ചിരിക്കുവാന്നോ? ആ വ്യക്തിയെ ഒന്ന് വിളിക്കുക. എത്രയോ വ്യക്തികളെ നമ്മൾ ഇന്ന് നിരസിക്കുന്നുണ്ട്. ഒരുപക്ഷെ ആ വ്യക്തി മാനസാന്തരപ്പെട്ടു, ഒരുപക്ഷെ നമ്മുടെ സഭ പഠിപ്പിക്കുന്നത് തെറ്റായിരിക്കും, വേറെയായിരിക്കും. പക്ഷേ ആ വ്യക്തി മാനസാന്തരപ്പെട്ടതുകൊണ്ട്, സ്നാനപ്പെട്ടതുകൊണ്ട് ആ വ്യക്തിയെ വീട്ടിൽ നിന്ന് ഇറക്കുന്നത് വചനമല്ല. ഹല്ലേലൂയ. ഒരു സെലിബ്രേഷൻ നമ്മുടെ വീട്ടിൽ വേണം. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെക്കുറിച്ച് പറഞ്ഞതിങ്ങനെ, ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാവരും നല്ല വഴിയിലാണ്, ഒരൊറ്റ ആളെ ഉള്ളൂ വഴിതെറ്റിപ്പോയത്. ആ വ്യക്തിയുടെ ഒരു പെങ്ങള് പെന്തിക്കോസ്തായി. ആ വ്യക്തി പറയുന്നത്, ഞങ്ങളുടെ കുടുംബത്തിലെല്ലാം നല്ല വഴിയിലാണ്, ഒരു വ്യക്തി മാത്രമുള്ളൂ വഴിതെറ്റിപ്പോയത്. നമ്മുടെ മക്കള് വഴിതെറ്റിപ്പോയതാണോ? നമ്മുടെ കാൽക്കുലേഷനിൽ പെന്തിക്കോസ്ത് ആയതുകൊണ്ടോ അല്ലെങ്കിൽ വിശ്വാസത്തിൽ വന്നതുകൊണ്ടോ സ്നാനമെടുത്തുകൊണ്ട് വഴിതെറ്റിപ്പോയെന്നാണോ? എന്നാൽ നമ്മുടെ വഴി തെറ്റിയതാ. ഒരുപക്ഷെ നമ്മുടെ അങ്ങനെ ചിന്തയാണെങ്കിൽ നമ്മുടെ വഴി തെറ്റിപ്പോയി. നമ്മുടെ മനസ്സ് മാറണം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഈ രാത്രിയിൽ 2 മക്കളെയും ദൈവം വിളിക്കുകയാണ്. ഇളയ മകൻ വീട് വിട്ടുപോയി, തിരിച്ചു വന്നു. ആ വ്യക്തിയാണെങ്കിൽ യേശു നിങ്ങളെ വിളിക്കുകയാണ്. ആ മൂത്ത മകൻ, നിങ്ങൾ ഇന്ന് മസിൽ പിടിച്ചിരിക്കുകയാണെങ്കിൽ, നിങ്ങൾ ഒരു വ്യക്തിയെ കണ്ട് വിശ്വാസത്തിൽ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു നല്ല പാതയിൽ നടക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ സന്തോഷമില്ല എങ്കിൽ നിങ്ങൾക്കിന്ന് അനുതപിക്കേണ്ട സമയമാണ്. യേശു വിളിക്കുന്നു, യേശു വിളിക്കുന്നു, സ്നേഹമോടെ തൻ കരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു. കണ്ണീരെല്ലാം തുടയ്ക്കും, കൺമണി പോലെ കാക്കും. കണ്ണീരെല്ലാം തുടയ്ക്കും, കൺമണി പോലെ കാക്കും. കാർമേഘം പോലെ കഷ്ടങ്ങൾ വന്നാലും കനിവോടെ നിന്നെ കാത്തിടും താൻ. സ്നേഹമോടെ തൻ കരങ്ങൾ നീട്ടി യേശു വിളിക്കുകയാണ്. മൂത്ത മകനെയും ഇളയ മകനെയും, തിരിച്ചു വാ. എത്ര ദൂരം നിന്നെ വിട്ടോടി ഞാൻ, അത്ര നേരം കാത്തു നിന്നെ നീ. നിന്റെ സന്നിധിയിൽ വന്ന് ഞങ്ങൾ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് അനുദപിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ യാചിക്കുന്നു, കൃപയോടെ കേൾക്കണമേ. ആമേൻ.